ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അടുത്ത യാത്ര തുടങ്ങാൻ പോകുന്നത് തിരുവനന്തപുരത്തേനാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ തുടങ്ങിയ പോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെതാണ്. ഇന്ന് ഷൊർണൂരിലേക്കാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ്. ജസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്ത് ഓട്ടോറിക്ഷ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സമയം ഇപ്പോൾ 4:19, 5:15 നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ CAFSൻ്റെ ലോറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട് നമ്മുടെ വന്ദേ ഭാരതിനുള്ള സ്റ്റേഷൻ. രാവിലെ നല്ല തിരക്കാണ്, അറിയാമല്ലോ. ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ വന്ദേ ഭാരത് ഉണ്ട്, പുറകെ വേണാടുണ്ട്, അത് കഴിഞ്ഞ് ജനശതാബ്ദി ഉണ്ട്. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ നമുക്ക് പതുക്കെ സ്റ്റേഷനിലേക്ക് പോകാം. റേക്ക് ഇതുവരെ വന്നിട്ടില്ല. 4:35 ആയതേ ഉള്ളൂ. റേക്ക് ഒരു 4:45 ആകുമ്പോഴേക്കും വരും. അപ്പോൾ നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1 അവിടുന്ന് ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. അമൃത എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 5 ചെല്ലുന്നു പറഞ്ഞു. അതാണോ ഇനി നമ്മുടെ റേക്കാണോ എന്നറിയില്ല. ഇന്നലെ ഒരു കാപ്പിയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അത് അമൃതയാണ്. നമ്മൾ തിരിഞ്ഞു പോയി. പിന്നെ ഇപ്പുറത്തേക്ക് കിടക്കുന്ന ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ റേക്കാണ്, നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയുടെ LHB. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. അപ്പം അങ്ങനെ 4:54 ആയപ്പോൾ നമ്മുടെ MT റേക്ക് വരുന്നുണ്ട്. വളരെ കുറച്ച് നേരം ബാക്കിയുള്ള ട്രെയിൻ പോകാൻ, അപ്പോഴാണ് നമ്മുടെ റേക്ക് വരുന്നത്. ട്രെയിൻ വന്നു. വന്ദേ ഭാരതിൻ്റെ കൂടപ്പുറപ്പാണ് ഈ കിണക്കം. ഞാനിന്ന് C11 ഞാൻ നമ്മുടെ കോച്ച് 242611 മോട്ടോർ കോച്ചാണ്. പതിവ് പോലെ 11ാമത്തെ കോച്ച് വരുന്ന ബോർഡിന് താഴെയാണ് നിന്നത്. പക്ഷേ റേക്ക് പിന്നെ പുറകോട്ട് പോയി. നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് നടക്കാം. ഇവിടെ കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ MP ശ്രീ സുരേഷ് ഗോപി സാറ് എന്ന ട്രെയിനുണ്ട്. ഇവിടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് C11. പണ്ടാറടങ്ങാനായിട്ട് ഇത് റേക്ക് കൊണ്ടുവരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് യാത്രക്കാർക്കും കയറാനുള്ള സമയമില്ല മര്യാദയ്ക്ക്. അപ്പോൾ നമുക്ക് അതൊക്കെ കയറിക്കാം. നമുക്കിന്നൊരു മിഡിൽ സീറ്റാണ്. ഇവിടുന്ന് കവറേജൊക്കെ സ്വാഹ. എന്നാൽ പിന്നെ കയറിയേക്കാം. വലത് കാലം വെച്ച് ഞാൻ കയറുകയാണ്. വലത് കാലം വെച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ മിഡിൽ സീറ്റാണ് നമ്മുടെ 21. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിരിക്കാം. നമ്മുടെ വണ്ടിയിലോട്ടുള്ള ഫുഡൊക്കെ ജസ്റ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫുഡ് കയറ്റി കഴിഞ്ഞ് വാട്ടർ ബോട്ടിൽസ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കാസർഗോഡ് വരെ പോകുന്നതിൻ്റെ ഒരുപാട് പ്രാവശ്യം യാത്രക്കാർ മാറുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് സ്റ്റോക്ക് കയറ്റേണ്ടി വരാറുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്കുള്ള വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ. ടോയ്ലറ്റും ചെക്ക് ചെയ്തേക്കാം. ടോയ്ലറ്റ് നല്ല ക്ലീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 വർഷമായ റേക്കാണ്, എന്നിട്ട് നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുഡോസ് തിരുവനന്തപുരം ഡിവിഷൻ ഫോഴ്സ് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. വേറെ പല സോൺസിന് വണ്ടികൾ ഞാൻ പോയിട്ട് 2 വർഷം കഴിയുമ്പോൾ അവിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതിനു മുമ്പ് ഞാൻ മറ്റേ വൈകുന്നേരത്തെ വന്ദേ ഭാരതിന് കണ്ടിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നിടുമ്പോൾ ഈ 2 സൈഡിലും ഡോറ് തുറന്നിടും. ഇതിനല്ല, വാതിലുകൾ അടയുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. സമയം ഇപ്പോൾ 5:14. നമുക്കിനി പുറപ്പെടാൻ ഒരുപാട് സമയമൊന്നും ബാക്കിയില്ല. ഇപ്പോൾ സ്റ്റാർട്ടർ ആയിട്ടുണ്ടാവും. പുറപ്പെടാറായെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വാതിലടഞ്ഞു. 5:14 ഡോറടഞ്ഞു. നമ്മൾ കൃത്യസമയത്ത് പുറപ്പെടുമെന്ന് ഉറപ്പായി. കൃത്യം 5:15 വണ്ടി അനങ്ങി. ഞാൻ എൻ്റെ പല വന്ദേ ഭാരത് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് മിനിമം 5 മിനിറ്റെങ്കിലും ട്രെയിൻ ഉള്ളിലേക്ക് കയറണം. സാധാരണ അതിൽ വണ്ടി പുറപ്പെടുന്നതിന് 1 മിനിറ്റ് മുമ്പ് ഡോർ അടയും. അപ്പോൾ ആ ഒരു കണക്കിന് നിങ്ങൾ അകത്ത് കയറണം. നിങ്ങൾ ആരെങ്കിലും കയറ്റി വിടാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 5 മിനിറ്റെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിലേ അകത്ത് കയറാവൂ. അല്ലെങ്കിൽ ദയവായി അകത്ത് കയറരുത്, അകത്ത് പെട്ടുപോകും. വന്ദേ ഭാരത് ആണെങ്കിൽ നല്ല ഫൈനാണ്. അതുകൂടാതെ ജനറലി ട്രെയിനുകളുടെ ഫൈൻ കൂട്ടിയിട്ടുണ്ട്. ഈ ജൂൺ 20 മുതൽ ഫൈന് 500 രൂപ ആക്കിയിട്ടുണ്ട് മിനിമം. നേരത്തെ 250 രൂപയായിരുന്നു, ഇപ്പോൾ 500 രൂപ മിനിമം ഫൈൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക.
പത്രം വന്നിട്ടുണ്ട്, ഹിന്ദു മനോരമ. ഫ്രണ്ടത്തെ സീറ്റ് ബാക്ക് സൈഡ് തന്നെ ഇതാണ് കുഴപ്പം. കണ്ടോ, ഇത്രയും ബാക്കിലോട്ട് വരും. ഇവിടെ പത്രം വയ്ക്കേണ്ട സ്പേസ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ രാവിലെ സർവീസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള ചായ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊല്ലം സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. നാരായണ കോളേജ്, എസ് എൻ കോളേജ് എത്തി. വരുന്നുണ്ട് 22527 നാരക്കോണത്തിന് ലോക്കമാണ്. ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റിന്. LHB ആയിട്ട് എന്താണോ വാപ്പ് 4. ഇതാണ് പുതിയ മറ്റേ ട്രാക്ക് മെയിൻ്റനൻസ് മെഷീൻ മെയിൻ്റനൻസ് ഷെഡ്. റീഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടിയുടെ പണിതാണ്. പുറത്ത് പണിത പുതിയ ബ്ലോക്ക്, ഓഫീസ് ബ്ലോക്ക്. കോടതി കഴിഞ്ഞതാണ്. കോടതി അതുപോലെ RPFൻ്റെ ഓഫീസൊക്കെ അവിടെയാണ്. സെക്കൻഡ് എൻട്രി ആയി കാണുന്നത്. ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് പണിയാൻ പോകുന്നുള്ളൂ കേട്ടോ. പണിയൊന്നും ആയിട്ടില്ല. നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എൻ്റെ സീറ്റിലെ അയൽ സീറ്റിലെ പാസഞ്ചർ കയറിയിട്ടുണ്ട്, പക്ഷെ വേറെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ വണ്ടിക്ക് കുറച്ച് empty സീറ്റ്സ് ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് മാറിയതാണോ എനിക്കറിയില്ല. ആറ് 11 ഡോർ ഓപ്പണായി. നമ്മളങ്ങനെ കൊല്ലത്തെത്തി. നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പോഴും റെഡാണ്, ഇറങ്ങുന്നില്ല. വന്ദേ ഭാരതാണ്ട് ഒരു പേടി. സ്റ്റാർട്ടറായി, പച്ചയായി. ഇപ്പോൾ ഡോസ് അടയായി. നമ്മളങ്ങനെ കൊല്ലത്തുനിന്ന് പുറപ്പെടുകയായി. 6:13 6:11 6:13 പുറപ്പെട്ടു. ഞാനീ പറയുന്നതെല്ലാം എൻ്റെ വാച്ചുള്ള ടൈമിങ്ങാണ്. ചിലപ്പോൾ റെയിൽവേ ടൈമിങ്ങോട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഭാരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ വീഡിയോ വീണ്ടും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. കാരണം നമ്മൾ ഈ ട്രെയിനിൽ തന്നെ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ട്രിവാൻഡ്രം ടു കാസർഗോഡ് എൻഡ് വരെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ടും ഷൊർണൂർ ട്രാവൽ തന്നെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. 16 കോച്ചായിരുന്ന കാലത്ത്. അപ്പോൾ പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ CFSൻ്റെ കാറ്ററിംഗ് ഒക്കെ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് CFSന് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ട്രാവൽ ഞാൻ വീഡിയോ ആക്കാൻ തീരുമാനിച്ചത്. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമല്ല, ഒരു കാര്യം പറയാനും കൂടിയാണ് ഞാനിപ്പോൾ ഈ ക്ലിപ്പ് എടുത്തത്. നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് ഒരാൾ അതിലൊരു 6 കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ ഇതിനകത്തും വന്നിട്ട് കമൻറ്റ് ഇടുകയാണ്, യു ആർ വെരി ടോക്കറ്റീവ് എന്ന്. സുഹൃത്ത്, നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല, നിങ്ങൾ കാണണ്ട. ഞാൻ നിങ്ങളുടെ തലയ്ക്ക് തോക്ക് വെച്ചിട്ട് നിങ്ങളെ വന്ന് വിളിച്ചോ എൻ്റെ വീഡിയോ ഒന്ന് കാണാമെന്നുള്ളത്. എല്ലാ വീഡിയോയിലും അതിൻ്റെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട സുഹൃത്ത്. ഞാൻ നിങ്ങളെ നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ ദയവായി ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ കാണണ്ട. ചാനൽ ബ്ലോക്ക് ചെയ്ത് വെച്ചോ. എനിക്ക് വിരോധം, ഞാൻ ബ്ലോക്ക് ചെയ്യണം, ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ ഒന്ന് നെഗറ്റീവ് കമൻറ്റ്. ഒരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു വീഡിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനമുണ്ട്. പലപ്പോഴും ഉറക്കമില്ലാണ്ട് നമ്മൾ ഒരുപാട് നേരം ഡോറിൽ നിന്നൊക്കെ ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്.
നിങ്ങൾക്ക് കാണാൻ താല്പര്യം നിങ്ങൾ കാണണ്ട, നിങ്ങൾ വെറുതെ വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടരുത്. മനഃപൂർവ്വം ഡിസ്ലൈക്ക് അടിക്കുക, മനഃപൂർവ്വം നെഗറ്റീവ് കമൻറ്റ്സ് ഇടുക. ഇതൊരു സ്ഥിരം ശീലമാക്കുക. എല്ലാവരും പോസിറ്റീവ് കമൻറ്റ് ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഇസ് ഓൾവേസ് വെൽക്കം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എപ്പോഴും ഞാൻ അഡ്രസ്സ് ചെയ്യാറുണ്ട്. നല്ല കമൻറ്റ്സ് എനിക്ക് കിട്ടാറുണ്ട്, നല്ല ക്രിറ്റിസിസം വരാറുണ്ട്, അതൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്യാറുണ്ട്. പലപ്പോഴും സജഷൻസ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വന്നിട്ട് വെറുതെ വന്നിട്ട് യു ആർ ടോക്കറ്റീവ് പറയരുതെന്ന് ഞാൻ വിചാരിച്ചാണ്. ഇതൊരു അഹങ്കാരമായിട്ട് ആരും വിചാരിക്കരുത്. പക്ഷെ ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നി, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവരെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ ഒരു സുഹൃത്തിനോട് മാത്രം ഒന്നും മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെരുന്നാടെത്തുന്നു. സൺറൈസ് ആയിട്ട് ഞാൻ അഷ്ടപടിക്കായലിന് മുകളിൽ സൺറൈസ് പിടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നിന്നാണ്. പക്ഷേ സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് വരുന്നുമില്ല. ഗ്ലാസ്സിൽ ഭയങ്കരമായിട്ട് വെള്ളവും. ഇത് ഈ മറ്റേ AC കണ്ടൻസേറ്റ് വാട്ടറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഗാലി. ഇതിനകത്തൊരു വെജ് നോൺ വെജ് ഒരു വ്യത്യസ്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലോഡ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ പറയേണ്ടതാണ് വെജ് നോൺ വെജ് നോക്കി ലോഡ് ചെയ്യണം. നല്ല വൃത്തിയായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നും മോട്ടോർ കോച്ച് തന്നെയാണ് 242611. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വന്ദേ ഭാരതിൽ കയറുമ്പോഴൊക്കെ മോട്ടോർ കോച്ച് വരുന്ന ഇവിടെ ഒരു വൃത്തിയായിട്ട് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽസ് ഒരുപാടുണ്ട്. വാട്ടർ ബോട്ടിൽസ് വെക്കാൻ വന്ദേ ഭാരതിൽ സ്പേസ് കൊടുത്തിട്ടില്ല. ഇത്രയൊന്നും സ്പേസ് പോലും. ഇപ്പോൾ നമ്മുടെ ഈ ട്രെയിനൊക്കെ പോലെ ഒരുപാട് സീറ്റ് മൾട്ടിപ്ലക്സിങ് വരുന്ന ട്രെയിനുകൾക്ക് ഒരുപാട് വാട്ടർ ബോട്ടിൽ, അതായത് ഇവിടെ വാട്ടർ ബോട്ടിൽ കെട്ടി കിടക്കുന്നത്, ഇവിടെയൊക്കെ വാട്ടർ ബോട്ടിൽ കെട്ടി കിടക്കുന്നുണ്ട്. ഈ വാട്ടർ ബോട്ടിൽസ് വെക്കാൻ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് റെയിൽവേസുകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മളങ്ങനെ അഷ്ടമുടിക്കായലിനടുത്ത് എത്താറായി. നല്ലോണം ക്ലൗഡിയാണ്. ഒരു സൺറൈസ് കിട്ടാൻ സാധ്യത തീരെയില്ല. അപ്പോൾ അങ്ങനെ അഷ്ടമുടിക്കായൽ എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല മഴയുണ്ട്. ഒരു സൺറൈസ് ഇല്ലാണ്ട് പോയിരുന്നു. പിന്നെ ഈ ഗ്ലാസ്സിൽ മൊത്തം വെള്ളമാണ്. അതുകൊണ്ടൊന്നും വ്യക്തമായിട്ട് കാണാനും പറ്റുന്നില്ല. മഴ ചാറുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പുറത്ത്. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇല്ല, നമ്മളങ്ങനെ കായംകുളം എത്താറായി. സാധാരണഗതിയിൽ പ്ലാറ്റ്ഫോം നമ്പർ 3 കൂടെയാണ് റൺ ത്രൂ ചെയ്യുന്നത്. ഇന്നിപ്പോൾ 2 കൂടെ തന്നെ പോകാൻ തോന്നുന്നു കണ്ടിട്ട്. അത് നമ്മൾ പ്ലാറ്റ്ഫോം 2 കൂടെ റൺ ത്രൂ ആണ്. ലാലഗുഡ 30297 കിടക്കുന്നു ഇവിടെ. മൈസൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്. ഇതാണ് നമ്മുടെ റൺ ത്രൂ ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളത് വണ്ടിയെ ഇതിനു മുമ്പ് തന്നെ സ്റ്റേഷന് മുമ്പ് തന്നെ പ്ലാറ്റ്ഫോം 3 കയറ്റും. അപ്പോൾ കാര്യം അത് മെയിൻ ലൈനാണ്. കാര്യം പ്ലാറ്റ്ഫോം 3 നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേറ്റ് ചെയ്ത് അങ്ങ് പോകാൻ പറ്റും. എന്താണോ ഇങ്ങനെ വിട്ടത്. അതിനിപ്പോൾ ഇങ്ങനെയാണോ സ്ഥിരം എന്നും അറിയില്ല. ആ കിടക്കുന്നത് കോട്ടയം കൊല്ലം പാസഞ്ചറും. അങ്ങേ അറ്റത്ത് കിടക്കുന്നത് കായംകുളം എറണാകുളം പാസഞ്ചറും. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ചെങ്ങന്നൂരാണ്. ഞാൻ കോട്ടയം എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇനി ചെങ്ങന്നൂർ ഹോൾട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറച്ചായി. ഞാൻ മറന്നുപോയിരുന്ന കാര്യം. നല്ലോണം മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് ട്രേസ് ഒക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് ആലപ്പുഴ ലൈൻ ആ വഴിക്ക് പോകുന്നു. നമ്മളത് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങി. We are approaching ചെങ്ങന്നൂർ സ്റ്റേഷൻ. ഇത് പല പ്രാവശ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്.
കാര്യം ആദ്യത്തെ പ്രാവശ്യം ഒരാളെ അവർ വിളിച്ച് റെക്കോർഡ് ചെയ്യിപ്പിക്കും, പിന്നെ അടുത്ത പ്രാവശ്യം വേറെ ആളെ വിളിച്ച് റെക്കോർഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെങ്ങന്നൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. വഞ്ചിനാട് എത്തിയിട്ടില്ല. ഞാൻ കുറച്ച് നേരത്തെ വഞ്ചിനാട് 5 കിലോമീറ്റർ അപ്പുറം ഉണ്ടെന്നാണ് വൈറസ്മ ട്രെയിൻ കാണിച്ചത്. എത്തേണ്ടതായിരുന്നു, ചിലപ്പോൾ നമ്മൾ നിർത്തുമ്പോഴേക്കും വരും. അതാ വരും 2221 ADDXൻ്റെ വഞ്ചിനാടു എക്സ്പ്രസ്. ഞാനിപ്പോൾ C12 ഡോറിലാണ് നിൽക്കുന്നത്. ഇറങ്ങിയിട്ട് നമ്മുടെ അപ്പുറത്ത് കോച്ചിൽ പോയി കയറാം. അപ്പോൾ അങ്ങനെ ചെങ്ങന്നൂരെത്തി. സമയം 7:05. ഞാൻ ഡിപ്പാർച്ചർ കണ്ടിട്ട് നമ്മുടെ ഡോറിൽ, ഇതാണ് നമ്മുടെ കോച്ച് ഇതാണ്. ചെങ്ങന്നൂർ നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് കണ്ടോ, നല്ല പൊക്ക വ്യത്യാസമുണ്ട് ചെങ്ങന്നൂർ. നല്ല ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്, നല്ല കഷ്ടപ്പാടാണ് ചെങ്ങന്നൂരിൽ കയറാൻ. സ്റ്റാർട്ടർ ആയിട്ടില്ലെന്ന് തോന്നുന്നു, റെഡ് കാണുന്നുണ്ട്, അറിയില്ല, എന്താ ഞാൻ കയറിയേക്കാം. ആ കണ്ട റെഡ് നമ്മുടെ സ്റ്റാർട്ടർ തന്നെയാണ്, ഇപ്പോൾ പച്ചയായി. വഞ്ചനാട് നമ്മൾ വന്നാൽ പിന്നെയാണ് വന്നത്, അന്ന് ആകെ എടുത്ത് പോയി കഴിഞ്ഞു, നമ്മൾ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെങ്ങന്നൂരിൽ വാതിലടഞ്ഞു. അപ്പം അങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് പുറത്തിറങ്ങുന്നു. സ്റ്റേഷനിൽ നിന്ന് കയറിയ എല്ലാ യാത്രക്കാരെയും വിന്ധ്യ റെയിൽവേ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പമ്പാ നദി. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. CFSൻ്റെ കടലക്കറിയാണുള്ളത്, എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനൊരു ഇടിയപ്പം ഉണ്ട്, കടലക്കറിയുണ്ട്, ഒരു ചെറിയ കഷ്ണം കേക്കുണ്ട്, ഒരു വടയുണ്ട്, പിന്നെ ചായ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല സ്വാദം ഉണ്ടായിരുന്നു. ഇടിയപ്പവും കൂടി ചേർത്ത് കടലക്കറി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് വട ഉണ്ടായിരുന്നു. വടയ്ക്ക് പക്ഷേ ഒരു ചട്നി വന്നിട്ടുണ്ടെന്ന് ഞാനില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം കേക്ക് ഉണ്ടായിരുന്നു. അത് പേപ്പർ പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ പേപ്പറിനകത്ത് തന്നെ കുറേ നമ്മുടെ കേക്ക് ഒട്ടിപ്പോകുമല്ലോ. എഗ്ലെസ് കേക്കായിരുന്നു. പാക്കിംഗ് ഒന്ന് മോഡിഫൈ ആണ് തോന്നുന്നു. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ ഇരിക്കുന്നു. ചിങ്ങവനം സ്റ്റേഷനാണ്. ഇപ്പോഴത്താണ് സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ. ഞാൻ എല്ലാ പ്രാവശ്യം റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമാണ് കാണിക്കാറ്. ഞാൻ വെച്ച് ഇപ്രാവശ്യം കുറച്ച് ചേഞ്ച് ആകുമ്പോൾ സ്റ്റേഷൻ ബിൽഡിംഗ് ഉണ്ടേക്കാം. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയത്തേക്ക് അടുക്കുന്നു. സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. അപ്പം നമ്മളങ്ങനെ കോട്ടയം സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടേക്ക് എന്തൊക്കെയോ പണികളൊക്കെ ഉണ്ടല്ലോ. ഇതിലുകൾ തുറക്കുന്നു. അങ്ങനെ കോട്ടയം സ്റ്റേഷനാണ് കാണുന്നത്. ഇവിടെയായിട്ടാണ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസൊക്കെ നിൽക്കുന്നത്. ഒരു മെയിൻ എക്സിറ്റ് ക്ലോസ്ഡ് ആണ്.
അങ്ങനെന്തോ പരിപാടി, അങ്ങനെന്തോ സീനുണ്ട് കേട്ടോ ഇവിടെ. കുറേ നമ്മൾ കോട്ടയം സ്റ്റേഷന് പുറത്ത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. നമ്മളെല്ലാ പ്രാവശ്യവും ഇതുവഴി റൺ ത്രൂ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കോട്ടയത്തൊന്ന് സ്റ്റേഷനൊക്കെ പുറത്തുനിന്ന് കാണിക്കുന്നുണ്ട്. ആണോ? 7:34 നമ്മൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം താമസിച്ചത് ഇവിടുന്ന് പുറപ്പെടും. ഈ തൊട്ടടുത്തുള്ളതാണ് നമ്മുടെ കോച്ച്. അപ്പോൾ കുറച്ചധികം വീഡിയോസായിട്ട് നമ്മൾ ട്രിവാൻഡ്രം തന്നെ. ഇതിപ്പോൾ 4ാമത്തെ വീഡിയോ ട്രിവാൻഡ്രം. അപ്പോൾ ഇനി നമുക്ക് തിരുവനന്തപുരത്തിനോട് നമുക്ക് കുറച്ച് ഒരു ബ്രേക്ക് എടുക്കാം കേട്ടോ. ഇനി കുറച്ച് കാലത്തേക്ക് ട്രിവാൻഡ്രത്തേക്ക് ഞാൻ പോകുന്നില്ല. കുറച്ച് കാലത്തേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം. ഒരു സ്റ്റാർട്ടർ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഡോർസ് ക്ലോസിങ് എന്ന അനൗൺസ്മെൻറ്റ് വന്നു. സ്റ്റാർട്ടറായി എന്നർത്ഥം. ഏഴ് 36 ഡോർ. ഇവിടെ വിട്ടാൽ ഇനിയിപ്പോൾ എറണാകുളം വരെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. അടുത്ത സ്റ്റോപ്പ് എറണാകുളം ടൗണാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ പാലരുവി ഓവർടേക്ക്. അപ്പോൾ അങ്ങനെ കോട്ടയത്തൊന്നും പുറപ്പെട്ടു. ഉടനെ മെയിലിനെ ക്രോസ് ചെയ്യായിരിക്കും. ഞാനത് പിടിക്കാൻ നിൽക്കുന്നില്ല. കാര്യം ഇതിനകത്തൊക്കെ ക്രോസിങ്സ് പിടിക്കാൻ ഭയങ്കര പാടാണ്. വൃത്തിയായിട്ട് കിട്ടുകയില്ല. ഇതാണ് കോടിമത ബസ് സ്റ്റാൻഡ്. സ്റ്റേഷനിൽ നിന്ന് കയറിയ എല്ലാ യാത്രക്കാരെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഉണ്ടായിരുന്ന ചായ മാറ്റി കാപ്പി മേടിച്ചിട്ടുണ്ട്. കാപ്പി എങ്ങനെ നോക്കാം. വെള്ളം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തെത്താറേ. തൃപ്പൂണിത്തുറ വെച്ച് നമ്മൾ പാലരുവി ഓവർടേക്ക്. അങ്ങനെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് എത്തുന്നു. പാലരുവിയാണ് നടക്കുന്നത്. പാലരുവി.
മാർഷലിംഗ് ആയിട്ടുള്ള എറണാകുളം കോച്ചിങ് ഡിപ്പോ എത്തി. മരസാകരുന്ന സമയത്ത് ടെൻഡലോറേക്ക് അവിടെ കോച്ചിങ് ഡിപ്പോൾ എത്തിക്കഴിഞ്ഞു. എറണാകുളം ജംഗ്ഷൻ അങ്ങോട്ട് പോകുന്ന ലൈനാണത്. എറണാകുളം നോർത്തിലേക്ക് എത്തുന്നതിന് മുമ്പത്തെ വലിയ വളവായിരുന്നു. നമ്മളങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് കയറാൻ പോകണം. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ് അറിയാമല്ലോ, പക്ഷേ നമുക്ക് ഇപ്രാവശ്യം ഈ സൈഡ് പിടിച്ചേക്കാം. അജ്നിയുടെ 39335 ഗുരുവായൂർ മധുര എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നമ്മുടെ എറണാകുളം നോർത്ത് സ്റ്റേഷൻ. ദർവാസ खुल रहे हैं. വണ്ടി നിന്നിട്ടില്ല ഇതുവരെ. ലെഫ്റ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം വരുന്നത്. ഇവിടെ ഇപ്പോൾ ചെന്നൈ ആലപ്പുഴ വരും. ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ്. റോയപ്പുറത്തിന് 30769 നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം കാണാൻ പറ്റില്ല, സിഗ്നൽ കാണാൻ പറ്റില്ല. ഇവിടെ നല്ല തിരക്കോടെ ഇറങ്ങാനും കയറാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞു വാതിലടഞ്ഞു കഴിഞ്ഞു. സ്റ്റേഷനിലെ അനൗൺസ്മെൻറ്റിൻ്റെ ബഹളത്തിനിടയ്ക്ക് ഇതിനകത്ത് ഡോർസ് ക്ലോസിംഗ് അനൗൺസ്മെൻറ്റ് കേട്ടുപോലുമില്ല. ഇവിടെയും പെർമനൻറ്റ് ബോർഡ്സ് വെച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ. ഇത് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ കോച്ച് പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, C10 കോച്ച് പൊസിഷൻ കാണിച്ച് അവിടെ പെർമനൻറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. വണ്ടി നിർത്തി വരുമ്പോഴേക്കും അവിടെ C11 എത്തിയെന്ന് മാത്രം. അപ്പം അങ്ങനെ എറണാകുളം ടൗണിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാനുള്ള ഷൊർണൂർ. ഈ LP മാർ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന LP മാർ കോഴിക്കോട് വരെ പോകും. ട്രിവാൻഡ്രം ടു കോഴിക്കോട് ഒറ്റ ഡ്യൂട്ടിയാണ്. റണ്ണിങ് ടൈം കുറവാണ്. ഏകദേശം 6 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്നത്. കോഴിക്കോട് നിന്ന് കയറുന്ന കുറവ് കോഴിക്കോട് നിന്ന് കാസർഗോഡ് വഴി തിരിച്ച് അവർ ഈ വണ്ടിയും കൊണ്ട് ഷൊർണൂർ വരും. ഷൊർണൂർ അവർ സൈൻ ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്രൂ ഡ്യൂട്ടിയാണ് ഇതിൻ്റെ. മറ്റേ വണ്ടിയുടെ മാംഗ്ലൂർ വണ്ടിയുടെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. മാംഗ്ലൂർ വണ്ടിയുടെ ക്രൂ ആണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ഷൊർണൂർ, ഷൊർണൂർ മാംഗ്ലൂർ. ഓപ്പോസിറ്റ് അതേപോലെ മാംഗ്ലൂർ ഷൊർണൂർ, ഷൊർണൂർ തിരുവനന്തപുരം. ആലുവ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. ഞാൻ സ്റ്റേഷൻ എത്തുമ്പോഴേക്കും വരണം എന്ന് വിചാരിച്ചാൽ ജസ്റ്റ് മിസ്സായി പോയി.
മഴ എത്രയ്ക്കും കൊണ്ട് ശക്തി പിടിക്കാത്തതുകൊണ്ട് ഭയങ്കര വെള്ളമൊന്നുമില്ല. ഇതോ അങ്ങ് ദൂരെ മണപ്പുറം ശിവക്ഷേത്രം കാണാം. അതാണ് മണപ്പുറം ശിവക്ഷേത്രം. ഈ ശിവൻ്റെ ആറാട്ടെന്ന് പറയുന്നത് പെരിയാറിലെ വെള്ളത്തിൻ്റെ ലെവൽ പൊങ്ങി അങ്ങനെ വെള്ളം, അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന വെള്ളം അത് നടക്കകത്ത് കയറി, അതായത് ശ്രീകോവിലിനകത്ത് കയറി ശിവലിംഗം മുങ്ങിപ്പോണം. അതാണ് അതിൻ്റെ ഒരു ആറാട്ട്. ഈ വർഷം ശിവന് ആറാട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. താങ്ക് യു ഫോർ ട്രാവലിംഗ് വിത്ത് ഇന്ത്യൻ റെയിൽവേസ്. അപ്പുറത്തെ സൈഡിൽ ഗോരഖ്പൂർ തിരുവനന്തപുരം വന്നിട്ടുണ്ട്, റപ്തിസാഗർ. ആൾക്കാർക്ക് ധൃതിയാണ്. വണ്ടി നിർത്തിക്കൊണ്ട് വന്ന് വാതിൽമേലൊക്കെ കൊട്ടി വാതിലും ബട്ടൺ അമുക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞു. സമയം 9:37. നമുക്ക് സ്റ്റാർട്ടറൊന്നും ആയിട്ടില്ല. 2-3 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് വണ്ടിക്ക്. സ്റ്റാർട്ടറായി പച്ച. സ്റ്റാർട്ടർ ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു ഞാൻ കയറിയപ്പോഴേക്കും കറക്റ്റ് നമ്മൾ സ്റ്റാർട്ടറായി. അപ്പോൾ ഡോറടഞ്ഞു. 9:39 പറയുമ്പോൾ നമ്മൾ 16 മിനിറ്റ് ലേറ്റാണ്. കാസർഗോഡ് എത്തുമ്പോഴേക്കും വണ്ടി ടൈം മേക്കപ്പ് ചെയ്യും. പക്ഷെ അവിടം വരെ ഈ ഡിലേ ഇങ്ങനെ ഡിലേ ആയിട്ട് തന്നെ പോകും. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വിട്ടു. ഇനിയിപ്പോൾ എവിടെ വെച്ചാണ് എറണാകുളം ഓവർടേക്ക് ചെയ്യുന്നത്. പറഞ്ഞ ചിലപ്പോൾ അവനെ ഷൊർണൂർ കൊണ്ട് കയറ്റും, ഷൊർണൂർ ഇട്ടേക്കും, പറയാൻ പറ്റില്ല. നമ്മുടെ റെയിൽവേയുടെ ഒരു തിങ്കിങ് തോട്ട് പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ വടക്കാഞ്ചേരിയിലോ വള്ളത്തോട്ടോ നമ്മളോട്ട് ഓവർടേക്ക് ചെയ്യിപ്പിച്ചിട്ട് നമ്മളാദ്യം കൊണ്ട് കയറ്റും. ചിലപ്പോൾ ചെയ്തൊന്നും വരും, അങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ എത്താറായി. നമ്മൾ ഏകദേശം വള്ളത്തോൾ നഗർ എത്താറായി. പ്രതീക്ഷ പോലെ തന്നെ എറണാകുളം എക്സ്പ്രസിനെ വള്ളത്തോൾ നഗറിൽ കാത്തു നിർത്തുന്നു. വള്ളത്തോൾ നഗറിൽ വെച്ച് എറണാകുളം എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. എന്താ കിടക്കുന്നു പാവ എറണാകുളം എക്സ്പ്രസ്. ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഓവർടേക്കിനെ പിടിച്ചിട്ട് കുറച്ച് കഷ്ടം കേട്ടോ. അതിനെ ഞാൻ ഷൊർണൂരുണ്ട് കേട്ടായിരുന്നു. ഇവിടം വരെ എത്തിയ വണ്ടിയെ പിന്നെ ഷൊർണൂർ കൊണ്ട് കയറ്റുന്നതായിരുന്നു നല്ലത്. സത്യം പറഞ്ഞാൽ എറണാകുളം എക്സ്പ്രസ്സിന് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ 3:30 യാത്ര പുറപ്പെടണമല്ലോ എന്നാലോചിച്ചപ്പോൾ മനസ്സ് മാറി. അതുമാത്രമല്ല വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. 22568 ആണ് അരക്കോണത്തിൻ്റെ ലോക്കോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭാരതപ്പുഴ പാലം കടക്കുന്നു. അതായത് നമ്മൾ പാലക്കാട് ഡിവിഷനിലേക്ക് കയറി. വെള്ളത്തിന് ലെവൽ കുറവാണ്. അപ്പുറത്തെ സൈഡിലെ പാലത്തിന് പണിയും ഏറെക്കുറെ നിന്ന് കിടക്കുമായിരുന്നു. പണിക്കാരില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വീണ്ടും തുടങ്ങിയെന്നറിയില്ല. ഇവിടെ പണി വീണ്ടും തുടങ്ങിയെന്ന് തോന്നുന്നു. കണ്ടിട്ട് മുറിച്ചു വിട്ടിട്ടുണ്ട്. ഇല്ല, പണിയൊന്നും കാണാനില്ല. ഇവിടെ പണിക്കാരൊന്നും കാണാനില്ല. ആകെ ഒരു സെക്യൂരിറ്റിക്കാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല.
പുതിയ പാലം ഒരു ഡബിൾ ലൈൻ ബ്രിഡ്ജായിരിക്കുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് പാലങ്ങൾ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾക്കും, പുതിയ പാലങ്ങൾ പാലക്കാട് ഭാഗത്തു നിന്നും അതുപോലെ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ പാലക്കാട്ടേക്ക് പോകുന്ന ട്രെയിനുകൾക്കും, ഷൊർണൂർ ബൈപ്പാസ് വഴി പോകുന്ന വണ്ടികൾക്കാവും. നമ്മുടെ ഷൊർണൂരിലേക്ക് വളവ് എടുത്തു തുടങ്ങി. ഇവിടെയും ലെഫ്റ്റ് സൈഡിലായിട്ട് ലാൻഡ് ലെവലിംഗ് കാണാം. അത് ഈ ഡബിളിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ റൈറ്റ് സൈഡിലും കുറച്ച് ഇത് പറഞ്ഞാൽ പണി നടന്നിട്ടുണ്ട്, യാർഡ് വർക്ക് നടന്നിട്ടുണ്ട്. അത് എക്സാക്ട്ലി ഇതിൻ്റെ എന്താണ് സംഭവം എന്നുള്ള മനസ്സിലായിട്ടില്ല, എങ്ങനെയാണിത് വരാൻ പോകുന്നത്. 2 ലൈനും, അതായത് നമ്മളിപ്പോൾ അടുത്ത പറയുന്ന ലൈനും അപ്പുറത്തുള്ള ഷൊർണൂർ പാലക്കാട് ലൈനും ഡബിൾ ചെയ്യുന്നുണ്ട്. 2 ഡബിളിംഗ് ഉണ്ട്. ഈ സൈഡിൽ മൊത്തം ലാൻഡ് ലെവലിംഗ് ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. പുതിയ അലൈൻമെൻറ്റ് നല്ല രസമായിരിക്കും. അപ്പോൾ അപ്പുറത്തെ ബൈപ്പാസ് ലൈൻ്റെയും അലൈൻമെൻറ്റ് മൊത്തം മാറും. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ വർക്ക് നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും മറ്റേ യാർഡ് വല്ലതും ഷണ്ടിങ് ലൈന് ഷിഫ്റ്റിങ് വല്ലതും ആയിരിക്കും തോന്നുന്നു. ഇവിടെ വെച്ചാണ് സാധാരണ ഇതിലെ മാംഗ്ലൂർ ട്രിവാൻഡ്രം വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യുന്നത്. അവനും ഒരിത്തിരി ലേറ്റാണ്. എൻ്റെ അറിവിൽ അവൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെ 22273 അരക്കോണത്തിനല്ലോ പോകണം. അപ്പോൾ അതേപോലെ 6 തോന്നുന്നു പോയിക്കൊണ്ടിട്ട്. അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ യാത്ര ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഷൊർണൂർ ഇറങ്ങും. ഇവിടെ ഞാൻ അങ്ങാടിപ്പുറത്തേക്ക് ഇപ്പോൾ ഉടനെ പോകുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യുന്നില്ല. എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകും. ഇതവിടെ കിടക്കും നമ്മുടെ കണ്ണൂർ മെമ്മുൻ്റെ റേക്ക്. ഇന്ന് കണ്ണൂർ മെമ്മു സർവീസ് ഇല്ല. അപ്പോൾ റേക്ക് ഇവിടെ ഫുൾ ഡേ റെസ്റ്റഡ് ആണ്. അപ്പുറത്തെ സൈഡിൽ വേണമെങ്കിൽ നമ്മുടെ അങ്ങാടിപ്പുറം നിലമ്പൂർ ഇത് കിടക്കുന്നുണ്ട്, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. അവിടെ ചെന്നാൽ വേണമെങ്കിൽ അത് കയറി പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൊർണൂരൊന്ന് വണ്ടി നിന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:12. ഇതൊരു 10 മിനിറ്റോളം ലേറ്റാണെന്ന് തോന്നുന്നു. നല്ല ഗ്യാപ്പുണ്ട്, സൂക്ഷിച്ചിറങ്ങണം. അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. 10:12 സമയം. വണ്ടി ഒരു 10 മിനിറ്റോളം ലേറ്റാണ്. റെയിൽവേ ക്ലോക്കിൽ 10:13 കഴിഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്നും പുറപ്പെടുകയായി. മറ്റേ വന്ദേ ഭാരത് വന്നിട്ടുണ്ടാവുമായിരിക്കും. ഓപ്പോസിറ്റ് വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ഞങ്ങൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പറയാൻ പറ്റില്ല, കാരണം കുറേ ഒഫീഷ്യൽ വർക്ക് വന്നിട്ടാണ് ഇങ്ങനെ പോകേണ്ടി വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. So this is Vinay Shankar signing off from Platform 7. See you again in another brand new video. Until then, bye bye.